നമ്മുടെ സ്വന്തം വാപ്പ അതിരാവിലെ ഉറക്കം എണീറ്റ് പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനു വേണ്ടി? എരക്കാന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അത് ഇട്ട് തരാം. ആ വാക്ക് തന്നെ ആലോചിക്കാം. യാചിക്കാണ്. വീണ്ടും നമ്മുടെ വാപ്പമാരിങ്ങനെ ഓടും. എൻ്റെ മകൾക്ക് അതും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ 1 ലക്ഷം അടക്കണം എന്ന് പറയും. ഡൊണേഷനാണ്, ഫീസല്ല പറയുന്നത്. നമുക്ക് വേണ്ടി നമ്മുടെ പാരൻസ് പകലന്തിയോളം, എനിക്കറിയില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും രക്ഷിതാക്കളെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. വിൽ സ്മിത്തിൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. പക്ഷെ അതിങ്ങനെയാണ് അതിൽ പറയുന്നത്. അതിൽ ഒരു അച്ഛനും 2 മക്കളും ഒരു മതിൽ കെട്ടാൻ തീരുമാനിച്ചു. വലിയൊരു മതിൽ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഓക്കെ നമുക്ക് 3 പേർക്കും കൂടി ഈ മതിൽ കെട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മകൻ ചോദിക്കുന്നുണ്ട്, അച്ഛാ നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? ഇത്രയും വലിയ മതിൽ നമ്മളെങ്ങനെ കെട്ടിക്കഴിയാനാണ്? അപ്പം അച്ഛൻ പറയുന്നുണ്ട്, നീ ഒരു കല്ലിൽ ഫോക്കസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നീ എടുത്തു വെക്കുന്ന ആ ഒരൊറ്റ കല്ലിൽ ഫോക്കസ് ചെയ്യും, എന്നിട്ട് അത് എടുത്തു വെക്ക്. അപ്പോൾ മകൻ പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ഒറ്റ കല്ലിൽ ഫോക്കസ് ചെയ്യാം. ഒന്ന് എടുത്തു വെച്ചു. അപ്പോൾ വീണ്ടും അച്ഛനോട് ചോദിക്കുന്നത്, ഇത് എന്ന് തീരാനാണ്? നീ അടുത്ത കല്ലിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, അച്ഛനും ആ 2 മക്കളും കൂടി ഇങ്ങനെ കുറച്ച് ബാക്കോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അവരിങ്ങനെ നോക്കിയപ്പോൾ വലിയൊരു ഭംഗിയേറിയ മതിൽ. ഞാൻ എന്തിനാണ് ഈ സ്റ്റോറി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ ഞങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഒന്നും പഠിച്ചിട്ട് എവിടെ അവരെ ആയിട്ടില്ല, ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആ വിൽ സ്മിത്തിൻ്റെ ആ ഒരു സ്റ്റോറിയിലുള്ള ആ അച്ഛൻ പറഞ്ഞ കാര്യം തന്നെ നിങ്ങളോട് പറയാം. നിങ്ങൾ ഇന്നത്തെ കാര്യം ഫോക്കസ് ചെയ്യും, നാളെ എന്തുമാവട്ടെ. പലരും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇന്നത്തെ കാര്യം വിട്ട് നാളേക്കുള്ളത് പഠിക്കുക എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന് ഫോക്കസ് ചെയ്യും. ഇന്ന് 2 പേജാണ് നിങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിയുന്നതെങ്കിൽ ആ 2 പേജ് ഫോക്കസ് ചെയ്യും. വേറെ ഒന്നും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട, നിങ്ങൾ ആ 2 പേജ് പഠിക്കും. ഞാൻ വീണ്ടും ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് ഒന്ന് കടത്തിവിടട്ടെ. നമ്മൾ +1 മാർക്ക് കുറഞ്ഞത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഫുൾ മാർക്ക് 2 മാർക്കിനോ 1 മാർക്കിനോ നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തത്. ഒരുപക്ഷെ നിങ്ങൾ മാർക്ക് നല്ലോണം കുറഞ്ഞവരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ തോറ്റവരായിരിക്കാം. ഇതിലേത് കാറ്റഗറിയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്നും വിലയിരുത്തുന്നില്ല, ഏത് കാറ്റഗറി ആവട്ടെ. എന്തായാലും ആ എക്സാമിൻ്റെ പേര് ഇമ്പ്രൂവ്മെൻ്റ് എക്സാം എന്നാണ്. 1 മാർക്കെങ്കിലും കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം. ഈ വീഡിയോ കണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിൽ സ്മിത്തിൻ്റെ ആ ബുക്കിനെ ഒന്ന് തലയിലേക്കൊന്ന് കയറ്റണം, ഒന്ന് ഹൃദയത്തിലേക്കൊന്ന് ഇങ്ങനെ നമ്മൾ പറയില്ലേ, ഒരു അമ്പ് പോലെ ഇറക്കണം. എന്നിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 2 പേജാണ് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതെങ്കിൽ 2 പേജ് പഠിക്കും. കാരണം നിങ്ങൾ അഥവാ ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ +1 എക്സാമിൽ തോറ്റതിൻ്റെ പേരിലാണോ എക്സാം എഴുതുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലാണോ? എന്തായാലും ഇതിൽ ഫുൾ മാർക്ക് കിട്ടിയവരാരും ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ല. കാരണം അതെന്ത് തന്നെ ആവട്ടെ, എങ്ങനെ മാർക്ക് കിട്ടിയവരാവട്ടെ, നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് ഫോക്കസ് ചെയ്യും. നാളത്തേത് എന്തുമാവട്ടെ. അങ്ങനെ ഓരോ ദിവസങ്ങളും നിങ്ങൾ വിൽ സ്മിത്തിൻ്റെ ബുക്കിൽ പറഞ്ഞ പോലെ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ ചുവട് വെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മതിലിങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നല്ലൊരു റിസൾട്ടിൻ്റെ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ്സ് യുവർ ലൈഫ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇനി എന്താവണമെന്ന് നിങ്ങൾ +2 കഴിഞ്ഞ് കോളേജിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് ഹയർ സ്റ്റഡീസിന് പോവേണ്ടവരാണ് നിങ്ങൾ. അതെന്താണെന്ന് തീരുമാനിക്കുന്ന ഒരു എക്സാമാണ് വരാൻ പോകുന്നത്. അറിയാം, +2 +1 ഒരുമിച്ചാണ് എക്സാം എന്നറിയാം. നമുക്കൊന്നും ചെയ്യാനില്ല. ഒന്ന് നമുക്ക് ആ എക്സാം 2 ടൈമിലായിട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് +1ൻ്റെ എക്സാം അല്ലെങ്കിൽ +2ൻ്റെ എക്സാം കഴിഞ്ഞതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇനി അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആ റിസൾട്ട് വരുന്ന ദിവസം ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നത് +1ഉം +2ഉം ഒരേ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് വരാം. 2ൻ്റെയും മാർക്ക് ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നിങ്ങൾ വരാം. +2ൽ നിങ്ങൾ എത്ര പഠിച്ച് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് +1ൽ ആ മാർക്കില്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടലിയുള്ള മാർക്ക് തന്നെ താഴേക്കെത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ +1ൽ മാർക്കില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ +1ൽ മാർക്ക് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ +2ൽ എത്ര പഠിച്ചിട്ടും നിങ്ങളുടെ മാർക്ക് കുത്തനെ കുറഞ്ഞു എന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിൽ ബാധിക്കും. ഞാൻ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി അതൊന്ന് കണക്ട് ചെയ്യട്ടെ.
സീറ്റ് കിട്ടാതെയാവുമ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടി നമ്മുടെ പാരൻസ്, നമ്മൾ പറയില്ലേ ഓരോ വാതിൽ തിണ്ണയും കയറി ഇറങ്ങിയെന്ന് നമ്മൾ ഏതോ ഒരു ഫിലിമിൽ പറയുന്നത് പോലെ നമ്മുടെ വാപ്പ അല്ലെങ്കിൽ നമ്മുടെ ഫാദർ നമുക്ക് വേണ്ടി ഇത്രയും കാലം 12 കൊല്ലം അല്ലെങ്കിൽ 14 കൊല്ലം LKG UKG പഠിച്ചവരാണെങ്കിൽ 14 കൊല്ലം നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തി വീണ്ടും നമുക്ക് വേണ്ടി പൈസ ചിലവാക്കി ഇനിയും നമുക്ക് വേണ്ടി ഓരോ മാനേജേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു കോളേജിൻ്റെ മാനേജിങ് പോസ്റ്റുകളിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അവരുടെ കാൽ കീഴിൽ വീഴുന്ന പോലെ അവർ പറയുന്നുണ്ടാവും, ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്, നാളെ വാ. നാളെ അതിരാവിലെ പുലർച്ചെ എഴുന്നേറ്റ് അവർക്ക് വേറെ മുന്നിലൊന്നും ചിന്തയില്ല. അവർ പോകുന്നത് നാളെ വരാൻ പറഞ്ഞ ആളുടെ മുന്നിൽ തന്നെയാണ്. കോളേജിൽ ഒരു സീറ്റ്, എൻ്റെ മകനൊരു സീറ്റ്, അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊരു സീറ്റ്, അല്ലെങ്കിൽ അവളുടെ പഠനം നിന്ന് പോകും. നിങ്ങളൊന്ന് ആ ഒരു അവസ്ഥയൊന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്കണം. നമ്മുടെ സ്വന്തം വാപ്പ അതിരാവിലെ ഉറക്കമെണീറ്റ് പോകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനു വേണ്ടി? അവരെ മുന്നിൽ ഇരക്കാന്ന് പറയുമ്പോൾ പച്ച മലയാളത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അത് ഇട്ട് തരാം. ആ വാക്ക് തന്നെ ആലോചിക്കാം. യാചിക്കാണ്, കൈനീട്ടി യാചിക്കാണ്, എൻ്റെ മകൾക്കൊരു സീറ്റ് തരുമെന്ന്. എന്നിട്ട് അവർ പറയും ഒരാളുടെ കൂടി സമ്മതം വേണം, എൻ്റെ ഒറ്റയ്ക്ക് സമ്മതമെടുത്ത് എനിക്കൊരു സീറ്റ് തരാൻ പറ്റില്ല. ഓക്കെ, എല്ലാവരുടെയും സമ്മതം കിട്ടി. പിന്നെ പറയും ഡൊണേഷൻ വേണം, 1 lakh അല്ലെങ്കിൽ 1 ലക്ഷത്തിലപ്പുറം ഡൊണേഷൻ വേണം. വീണ്ടും നമ്മുടെ വാപ്പന്മാരിങ്ങനെ ഓടും, എൻ്റെ മകൾക്ക് അതും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ 1 ലക്ഷം അടക്കണം എന്ന് പറയും. ഡൊണേഷനാണ്, ഫീസല്ല പറയുന്നത്. നമുക്ക് വേണ്ടി നമ്മുടെ പാരൻസ് പകലന്തിയോളം, എനിക്കറിയില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും രക്ഷിതാക്കളെ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തു തന്നെയാണെങ്കിലും ഈ പണമുള്ളവനാവട്ടെ പണമില്ലാത്തവനാവട്ടെ നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ മുന്നിൽ നമ്മുടെ ആത്മാഭിമാനം അടിയറ വെക്കും നിങ്ങൾക്ക് മാർക്കില്ലെങ്കിൽ. ഞാൻ പറയുന്നത് ഏതായാലും 1-2 വിഷയത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ അപ്ലൈ ചെയ്തു. എന്തിനാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. നല്ലൊരു മാർക്ക് കിട്ടി, കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ അത് ആരുടെയും കാല് പിടിച്ചിട്ടോ ആരുടെയും ഔദാര്യത്തിൻ്റെ പുറത്തോ ആവരുതെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് നിങ്ങൾ മാർക്ക് കൂട്ടാൻ ശ്രമിച്ചത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ സീറ്റ് കിട്ടണം. 1-2 അലോട്ട്മെൻറ്റിൽ തന്നെ ആരുടെയും കാല് പിടിക്കാതെ എനിക്ക് സീറ്റ് കിട്ടണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയല്ല നിങ്ങൾ ഓരോരുത്തരും ഈ ഇംപ്രൂവ്മെൻ്റ് എന്നുള്ളത് അപ്ലൈ ചെയ്തത്. ആ ഇംപ്രൂവ്മെൻ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ ആ വിൽ സ്മിത്തിൻ്റെ ബുക്ക് ഒന്നുകൂടി നിങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവരട്ടെ. നിങ്ങൾക്ക് ഇന്ന് മുതൽ, ഈ വീഡിയോ കാണുന്ന ഇന്ന് മുതൽ ഒരു കല്ലെടുത്ത് വെക്ക്. അതേപോലെ ഒരു പേജാണോ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിയുന്നത്, ഒരു പേജ് എടുത്ത് വെക്ക്. ഒരു വരിയാണോ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിയുന്നത്, ഒരു വരി. ആ ഒരു വരിയിൽ ഒരു അക്ഷരമാണോ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ കഴിയുന്നത്, ചെയ്യടാ. ഒരു വരിയെങ്കിലും ഒരു വരി നിങ്ങൾ പഠിക്കും. നാളത്തെ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മെല്ലെ മെല്ലെ നമ്മൾ പറഞ്ഞ പോലെ ആ വിൽ സ്മിത്തിൻ്റെ ബുക്കിലൊരു മനോഹരമായ മതിലുണ്ടായതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവട്ടെ.